കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമം എന്ന പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നല്ലൊരു ദിവസത്തിൻ്റെ പ്രഭാതം കണ്ടുണരുവാൻ ദൈവം തന്ന മകൾ ഭാഗ്യത്തെ ഓർത്ത് കർത്താവിന് സ്തുതിയാഗങ്ങൾ അർപ്പിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 60-ാം അധ്യായം 2-ാം വാക്യം. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെ മൂടും, നിൻ്റെ മേലോ യഹോവ ഉദിക്കും, യഹോവയുടെ തേജസ് നിൻ്റെ മേൽ പ്രത്യക്ഷമാകും. ഇസ്രായേലിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തെക്കുറിച്ചും വ്യക്തമായിട്ട് ദൈവവചനത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. ഭൂമി അന്ധകാരം കൊണ്ട് നിറയും. ജാതികൾ യേശുവിനെ അറിയാത്ത, ദൈവമില്ലാതെ ജീവിക്കുന്ന സകലരും ജാതികളെന്ന് തിരുവെഴുത്ത് വെളിപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ളവരുടെ മേൽ കൂരിരുട്ടിൻ്റെ അനുഭവം. അന്ധകാരം ഭൂമിയെ മൂടുന്നു, കൂരിരുട്ട് ജാതികളെ മൂടുന്നു. എന്നാൽ അതിൻ്റെ നടുവിൽ നിൻ്റെ മേൽ യഹോവ ഉദിക്കും, തേജസ്സേറിയൻ നിൻ്റെ മേൽ പ്രകാശം പരത്തും. അവൻ നിൻ്റെ മേൽ ഉദിക്കും എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. സൂര്യൻ ഉദിച്ചുയരുമ്പോൾ കാണുന്ന പ്രകാശത്തെ വെല്ലുന്ന, പ്രകാശം കൊണ്ട് നിറയപ്പെട്ട യഹോവയായിരിക്കുന്ന ദൈവം നിൻ്റെ മേൽ പ്രകാശമായി ഉദിച്ചുയരും എന്ന് പറഞ്ഞിരിക്കുന്നു. ഭൂമിയെ ഇരുണ്ടുപോകുമെന്ന്, ഇരുട്ടിനാൽ മൂടപ്പെടുമെന്ന്, അന്ധകാരം കൊണ്ട് നിറയുമെന്ന് തിരുവെഴുത്ത് വെളിപ്പെടുത്തുകയാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, യഹോവ നിൻ്റെ മേൽ സൂര്യനെ വെല്ലുന്ന പ്രകാശമായി ഉദിച്ചുയരുമെന്ന് തിരുവെഴുത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അന്ധകാരം കൊണ്ട് ഭൂമി നിറഞ്ഞോട്ടെ, കൂരിരുട്ട് കൊണ്ട് ജാതികൾ പിടിക്കപ്പെട്ടോട്ടെ, അതിൻ്റെ നടുവിൽ യഹോവ നിൻ്റെ മേൽ ഉദിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുക. ദൈവകരങ്ങളിലേക്ക് ജീവിതത്തെ വിട്ടുകൊടുക്കാം. യഹോവയുടെ തേജസ് നിൻ്റെ മേൽ പ്രത്യക്ഷമാകും എന്ന് പറഞ്ഞിരിക്കുന്നു. യഹോവയുടെ തേജസ്സിനാൽ നിറയപ്പെടുന്ന അനുഗ്രഹമേറിയ ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാം. അതിന് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇരുട്ടിനുള്ളവരല്ല, കൂരിരുട്ടിനും ഉള്ളവരല്ല. അന്ധകാര നിമിഡമായ ലോകത്തിൽ അന്ധകാരത്തെ കീറിമുറിച്ചുകൊണ്ട് വെളിച്ചമായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സാക്ഷാൽ വെളിച്ചമായ കർത്താവിന് ഉള്ളവരാണ് നാം ഓരോരുത്തരും. ആ തിരിച്ചറിവോടുകൂടി, ആ ഉറപ്പോടും നിശ്ചയത്തോടും കൂടി ഇന്ന് പകൽക്കാലവും ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.